Hi everybody, MDC, semester 3rd. Paper name is Understanding Kerala, Science, Culture and Literature. So today in this paper we are going to discuss the chapter Android Kunyappan. ഈ ഒരു പേര് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ പലരും ഈ ഒരു ഫിലിം കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു സിനിമയാണ്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. രതീഷ് ബാലകൃഷ്ണൻ ഡയറക്ടറായിട്ടുള്ള രതീഷ് ബാലകൃഷ്ണൻ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫിലിം, മലയാളം ഫിലിം, അതാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. സോ ഈ ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒത്തിരി ആശയങ്ങളുണ്ട്, ഒത്തിരി മെസ്സേജുകളുണ്ട്, കുറേയധികം തീമുകളുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എന്താണ്, ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, മെസ്സേജുകൾ എന്താണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള പ്ലോട്ട്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും കണ്ട ഒരു ഫിലിം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ മൂവി. Okay, now let's discuss the film. See, life in the village. The story happens in Payyanur, a small village in Kerala. So കേരളത്തിലുള്ള ഒരു ചെറിയൊരു വില്ലേജ് പയ്യന്നൂർ, അവിടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്, കഥ നടക്കുന്നത്. ഭാസ്കരൻ പൊതുവാൾ, അദ്ദേഹമാണ് മെയിൻ ക്യാരക്ടർ. ഭാസ്കരൻ പൊതുവാൾ ഈസ് ആൻ ഓൾഡ് മാൻ ഹു ലിവ്സ് വിത്ത് ഹിസ് സൺ സുബ്രു. അതായത് ഭാസ്കരൻ പൊതുവാൾ എന്ന് പറയുന്നത് ആ ഒരു റോള് അഭിനയിച്ചിട്ടുള്ളത് നമുക്കറിയാം സുരാജ് വെഞ്ഞാറമൂടാണ്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു മൂവിയാണ്. ഒരു ഓൾഡ് മാനായിട്ടാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തൻ്റെ മകനായ സുബ്രഹ്മണ്യൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഭാസ്കരൻ ഈസ് വെരി stubborn and he hates new things like a fan, fridge or even a helper at home. So ഭാസ്കരൻ പൊതുവാൾ എന്ന് പറയുന്നതൊരു പഴയ ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പഴമ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. പുതിയ ഫോർ എക്സാമ്പിൾ ഫാൻ, ഫ്രിഡ്ജ്, അടുക്കളയിലൊക്കെ ഫാന്, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഹെൽപ്പർ വയ്ക്കുക, അടുക്കളയിൽ സഹായി വയ്ക്കുക, അതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. കേടാണ് അതിനോടൊക്കെ. സുബ്രു ഈസ് ആൻ എൻജിനീയർ ഹു വാണ്ട്സ് ടു ഗോ അബ്രോഡ് ഫോർ വർക്ക്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മകനായ സുബ്രു, അദ്ദേഹം ഒരു എൻജിനീയറാണ്. മാത്രമല്ല അബ്രോഡിലേക്ക് പോകാനാണ് താല്പര്യം, അവിടെയാണ് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. ബട്ട് ഹി ഫീൽസ് ഗിൽറ്റി ബിക്കോസ് ഹിസ് ഫാദർ കനോട്ട് സ്റ്റേ എലോൺ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൻ്റെ അച്ഛനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ആ ഒരു കുറ്റബോധം, ആ ഒരു വിഷമം മാത്രമേ ഇയാൾക്കുള്ളൂ. അപ്പോൾ ആദ്യം ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം അബ്രോഡിലേക്കൊക്കെ പോകുന്നത്. കാരണം മകനെ പറഞ്ഞയക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല, അച്ഛനും താല്പര്യമില്ല. സുബ്രൂസ് ന്യൂ ജോബ്. സുബ്രു ഗെറ്റ്സ് എ ജോബ് ഇൻ ജപ്പാനിലാണ് അദ്ദേഹം ജോലിക്ക് കയറുന്നത്. ഭാസ്കരൻ റിഫ്യൂസസ് ടു ലെറ്റ് ഹിം ഗോ. അപ്പോൾ അദ്ദേഹം പോകാനായിട്ട്, അതായത് സമ്മതം കൊടുക്കുന്നില്ല. റിഫ്യൂസസ് ടു ലെറ്റ് ഹിം ഗോ, സെയിങ് ഹി കനോട്ട് സർവൈവ് വിത്തൗട്ട് ഹിസ് സൺ. സോ തൻ്റെ മോനില്ലാതെ തനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്നും അത് പിന്തിരിയാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ സുബ്രു ഡിസൈഡ്സ് ടു ടേക്ക് ദ ജോബ് ബട്ട് പ്രോമിസസ് ടു ഫൈൻഡ് സംവൺ ടു കെയർ ഓഫ് ഹിസ് ഫാദർ. പക്ഷേ സുബ്രു ആ ഒരു ജോബ് അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയും തൻ്റെ അച്ഛനെ നോക്കാനായിട്ട് ഒരു കെയർ ടേക്കറെ അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ വെക്കാം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് പ്രോമിസ് ചെയ്യുകയും ചെയ്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ദ റോബോട്ട് അറൈവ്സ്. ഇൻ ജപ്പാൻ സുബ്രു മീറ്റ്സ് ഹിറ്റോമി ഹിസ് കൊളീഗ്. ഇപ്പോൾ ജപ്പാനിൽ സുബ്രു അദ്ദേഹത്തിൻ്റെ ഒരു കൊളീഗായിട്ടുള്ള ഹിറ്റോമി അവരെ പരിചയപ്പെടുന്നു. ഷീ ടെൽസ് ഹിം അബൌട്ട് റോബോട്ട്സ് ദാറ്റ് ക്യാൻ ടേക്ക് കെയർ ഓഫ് ഓൾഡ് പീപ്പിൾ. അപ്പോൾ അവിടെ ഈ റോബോട്ട്സിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു റോബോട്ടിനെ, ഒരു സഹായിയായിട്ട് റോബോട്ടിനെയാണ് അയക്കുന്നത്. അച്ഛന് വേണ്ടിയിട്ട് റോബോട്ടിനെ അയക്കുകയാണ് അവിടുന്ന്. സുബ്രു ബ്രിങ്സ് വൺ റോബോട്ട് ടു കേരള ഫോർ ഹിസ് ഫാദർ. ഭാസ്കരൻ ഗെറ്റ്സ് ആംഗ്രി. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഭാസ്കരൻ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കോൾസ് ഇറ്റ് എ ഫോറിൻ തിങ്, വിദേശി എന്നുള്ള രീതിയിൽ അതിനോട് ദേഷ്യം കാണിക്കുന്നുണ്ട്. ആൻഡ് ഡസ് നോട്ട് വാണ്ട് ഇറ്റ് ഇൻ ദ ഹൗസ്. വീട്ടിൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല, അതിനെ പൂട്ടിയിടുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ബിക്കമിങ് ഫ്രണ്ട്സ് വിത്ത് ദി റോബോട്ട്. സ്ലോലി ദ റോബോട്ട് നിക് നൈംഡ് കുഞ്ഞപ്പൻ. അപ്പോൾ അതിന് ഇദ്ദേഹം തന്നെ പേരിടുന്നതാണ് കുഞ്ഞപ്പൻ എന്നുള്ളത്. സോ സ്ലോലി ദ റോബോട്ട് നിക് നൈംഡ് കുഞ്ഞപ്പൻ ലേൺസ് ഭാസ്കരൻസ് ഹാബിറ്റ്സ്, കുക്കിംഗ്, ഫുഡ്, റിമൈൻഡിങ് അബൌട്ട് മെഡിസിൻസ് ആൻഡ് ടോക്കിംഗ് വിത്ത് ഹിം. അപ്പോൾ അതൊക്കെ രണ്ടുപേരും തമ്മിലൊരു ചങ്ങാത്തം
അവിടെ ഫോം ചെയ്യാണ്, ഉടലെടുക്കുകയാണ്. ഭക്ഷണം ഈ റോബോട്ടാണ് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നത്, അദ്ദേഹത്തിനെ കുളിപ്പിക്കുന്നത്, തല തുറത്തി കൊടുക്കുന്നത്, മെഡിസിൻ കൊടുക്കുന്നത്, അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത് ഒക്കെ. ഭാസ്കരൻ സ്റ്റാർട്ട്സ് ലൈക്കിങ് ഇറ്റ്. പതുക്കെ അദ്ദേഹം അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഏകാന്തതയിൽ കൂട്ടായിട്ടുള്ളത് ഈ ഒരു മെഷീൻ മാത്രമാണ്. സോ ആ ഒരു മെഷീനെ ഒരു ലിവിങ് തിങ് ആയിട്ട് കണ്ടുകൊണ്ട്, ജീവനുള്ള ഒന്നായി കണ്ടുകൊണ്ട്, സ്വന്തം മോനെ പോലെ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെടുകയാണ്. ദ വില്ലേജേഴ്സ് ലാഫ് അറ്റ് ഫസ്റ്റ്. വില്ലേജേഴ്സൊക്കെ ആദ്യം ചിരിക്കുന്നുണ്ട്, ബട്ട് ലേറ്റർ ദേ ഗെറ്റ് ക്യൂരിയസ്. ഭാസ്കരൻ ബിക്കംസ് പോപ്പുലർ ഇൻ ദ വില്ലേജ്. അപ്പോൾ ഈ റോബോട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഭാസ്കരൻ ആ ഒരു വില്ലേജിൽ ഒരു പോപ്പുലർ സ്റ്റാറായിട്ട് മാറുകയാണ്. എല്ലാവരും ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് അവർ നടന്നു പോകുമ്പോൾ ഒക്കെ നോക്കുന്നത്. സുബ്രൂസ് ലൈഫ് ഇൻ ജപ്പാൻ. ഇൻ ജപ്പാൻ സുബ്രു സ്പെൻസ് ടൈം വിത്ത് ഹിറ്റോമി. അപ്പോൾ അവിടെ ഈ ഹിറ്റോമി, കൊളീഗായി ഹിറ്റോമിയും സുബ്രുവും തമ്മിൽ ഒരു ഒരു റിലേഷൻ ഉണ്ടാവുകയാണ്. ആൻഡ് ഹി അഡ്ജസ്റ്റ് ടു മോഡേൺ ലൈഫ് ആൻഡ് ഫാൾസ് ഇൻ ലവ് വിത്ത് ഹെർ. ബാക്ക് ഹോം ഹിസ് ഫാദർ ഗ്രോസ് ക്ലോസർ ടു ദ റോബോട്ട് ഇൻസ്റ്റെഡ് ഓഫ് മിസ്സിങ് ഹിം. സോ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത് തൻ്റെ പിതാവ് ഈ റോബോട്ടിനോട് കൂടുതൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. മകന് പകരം ഈ റോബോട്ടിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ടു മച്ച് അറ്റാച്ച്മെൻറ്റ്. അത് വളരെയധികം ടു മച്ച് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഭാസ്കരൻ നൗ ട്രീറ്റ്സ് ദ റോബോട്ട് ലൈക്ക് എ ഫാമിലി മെമ്പർ. ഒരു ഫാമിലി മെമ്പറിനെ പോലെ ട്രീറ്റ് ചെയ്യാണ് ആ ഒരു മെഷീനെ. ഹി ഷെയർസ് സീക്രറ്റ്സ്, സ്കോൾഡ് ഇറ്റ് ആൻഡ് ഈവൻ ബിഹേവ്സ് ആസ് ഇഫ് ഇറ്റ് ഈസ് ഹിസ് റിയൽ സൺ. സ്വന്തം മോനെ പോലെ ചീത്ത പറയുന്നുണ്ട്, പെരുമാറുന്നത്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ടുകൾ പറയുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു ബോണ്ട് വല്ലാത്ത രീതിയിൽ വരികയാണ്. ഹിസ് ഇമോഷണൽ ബോണ്ട് വിത്ത് ദ മെഷീൻ ഷോസ് ഹൗ ലോൺലി ഹി റിയലി ഈസ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റപ്പെടൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റപ്പെടൽ, അത് ആ ഒരു സമയത്ത് അദ്ദേഹം ആശ്രയിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുണയായത് ഈ റോബോട്ട് മാത്രമാണ്, ഒരു മെഷീൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിറ്റുവേഷൻ, ഒരു പത്തറ്റിക് സിറ്റുവേഷനാണ് നമുക്കവിടെ കാണാൻ പറ്റുക. Then father-son conflict. When Subru returns home, he feels sad that his father prefers the robot over him. അപ്പോൾ തന്നെക്കാട്ടിലും പ്രിഫറൻസ് റോബോട്ടിനാണ് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയാണ്. സുബ്രു തിരിച്ചു വരുന്ന സമയത്ത്, മടങ്ങി വരുന്ന വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദേ ആർഗ്യൂ, അവർ തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ട്. ഭാസ്കരൻ ബ്ലെയിംസ് സുബ്രു ഫോർ ലീവിങ് ഹിം വൈൽ ദ റോബോട്ട് ഗേവ് ഹിം ട്രൂ കമ്പനി. അപ്പോൾ ഭാസ്കരന്, അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ, ഈ റോബോട്ട് എന്ന് പറയുന്നത് ഇത്തരം ഒത്തിരി റോബോട്ടുകൾ അവർ ഉണ്ടാക്കുന്നുണ്ട് ഈ ജപ്പാനിൽ. പക്ഷേ അതിൽ ഉള്ള റോബോട്ടുകൾ ഒരു വയലൻ്റ് ബിഹേവിയർ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടും കൂടിയാണ് അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഇദ്ദേഹം സുബ്രു നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് കാരണം തൻ്റെ പിതാവിനെ ആ ഒരു റോബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് രണ്ടുപേർക്കും, പ്രത്യേകിച്ച് ഈ ഭാസ്കറിന് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരു അറ്റാച്ച്മെൻറ്റ് അവിടെ ഈ റോബോട്ടുമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണുകയാണ്. ക്ലൈമാക്സ്. ഭാസ്കരൻസ് ഹെൽത്ത് ബിക്കംസ് വീക്ക്. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വീക്കാവുന്നുണ്ട്. ഹി ബിക്കംസ് ടു ഡിപ്പെൻഡൻ്റ് ഓൺ കുഞ്ഞപ്പൻ. കുഞ്ഞപ്പൻ അതായത് ഈ ഒരു റോബോട്ടിൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ റോബോട്ട് ബീയിങ് ഓൺലി എ മെഷീൻ. പക്ഷേ റോബോട്ട് എന്ന് പറയുന്നത് കാര്യം എന്തൊക്കെയാണെങ്കിലും അതൊരു മെഷീൻ മാത്രമാണ് അല്ലേ. കനോട്ട് ഗിവ് റിയൽ ഹ്യൂമൻ ലവ് വെൻ ഭാസ്കരൻ സഫേഴ്സ്. അപ്പോൾ ഒരു റിയൽ ഹ്യൂമൻ ലവ് അല്ലെങ്കിൽ ഒരു റിയൽ ഹ്യൂമൻ ടച്ച് കൊടുക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല, കാരണം അതൊരു മെഷീൻ മാത്രമാണ്. എൻഡിങ്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് ഭാസ്കരൻസ് സ്റ്റോറി എൻഡ്സ് ഇൻ എ സാഡ് ബട്ട് ടച്ചിങ് വേ. സുബ്രു അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് നോ ടെക്നോളജി ക്യാൻ റീപ്ലേസ് റിയൽ ഹ്യൂമൻ കെയർ. അതായത് ഇവിടെ ഒരു തിരിച്ചറിവാണ്. ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്ന സമയത്ത് ഒരു സെൽഫ് റിയലൈസേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റോബോട്ട് അക്രമകാരിയാണ് എന്നുള്ള ഒരു കാര്യം, അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ കുഞ്ഞപ്പൻ അക്രമകാരിയായിട്ട് ഈ പറയുന്ന സുബ്രുവിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ രക്ഷപ്പെടുത്തുന്നത് ഈ പറയുന്ന തൻ്റെ പിതാവ് വന്നാണ്ടാണ്, അതായത് ഭാസ്കരൻ വന്നിട്ടാണ് രക്ഷപ്പെടുത്തുന്നതൊക്കെ. അപ്പോൾ കുറേ അധികം തിരിച്ചറിവുകളുണ്ട്. പ്രത്യേകിച്ചും ഈ സുബ്രുവിന് വന്നൊരു തിരിച്ചറിവെന്ന് പറയുന്നത്, സുബ്രു അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് നോ ടെക്നോളജി ക്യാൻ റീപ്ലേസ് റിയൽ ഹ്യൂമൻ കെയർ. അതായത് മനുഷ്യന്മാർ ചെയ്യേണ്ടത് മനുഷ്യന്മാർ തന്നെ ചെയ്യണം. തൻ്റെ പിതാവിനെ നോക്കാനായിട്ട് ഒരു റോബോട്ടിനെ വരുത്തിയ അദ്ദേഹം റിയലൈസ് ചെയ്യുകയാണ് ഈ ഒരു കാര്യം. അതായത് മനുഷ്യർക്ക് പകരം വേറൊന്നും ആവില്ല എന്നൊരു കാര്യം. The movie closes with a strong message about family, love and loneliness. So family, love, loneliness തുടങ്ങിയ ഒരുപാട് മെസ്സേജുകൾ വിതറിക്കൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണ് നോക്കാം ഈ ഒരു സിനിമയിലെ. ഓൾഡ് പീപ്പിൾ നീഡ് ലവ് മോർ ദാൻ ടെക്നോളജി. ഈ പറയുന്ന
ഓൾഡ് പീപ്പിളിന്, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ടെക്നോളജിയുടെ ഹെൽപ്പ് അല്ല വേണ്ടത്, പകരം ഹ്യൂമൻ ടച്ചോട് കൂടിയിട്ടുള്ള മനുഷ്യരുടെ ആ ഒരു സ്നേഹവും കരുതലും സപ്പോർട്ടും അതൊക്കെയാണ് അവർക്ക് വേണ്ടത്. അതുപോലെ തന്നെ മോഡേൺ മെഷീൻസ് ക്യാൻ ഹെൽപ്പ് ബട്ട് ദേ കനോട്ട് റീപ്ലേസ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. നമ്മുടെ ഈ മോഡേൺ മെഷീൻ എന്ന് പറയുമ്പോൾ ശരിയാണ്, ഇപ്പോൾ നമുക്കറിയാം AI യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. പല കാര്യങ്ങളും പല ഉപകാരങ്ങളും അവരെക്കുറിച്ചുണ്ട്, ഈ പറയുന്ന മെഷീനുകൾ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് പകരം വയ്ക്കാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ്. Then parents and children often clash between tradition, always and modern life. ഒരു ക്ലാഷ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേൺ ലൈഫ് അത് നമുക്കിതിൽ കാണാൻ പറ്റും. കാരണം ഇതിൽ സുബ്രു എന്ന് പറയുന്ന ഒരു മോഡേൺ ലൈഫിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും, പക്ഷേ ഭാസ്കരൻ അദ്ദേഹം ഒരു ഓൾഡ് അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ ആ ഒരു രീതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. അപ്പോൾ രണ്ടും തമ്മിലൊരു അന്തരം, ആ ഒരു ജനറേഷൻ ഗ്യാപ്പ്, ആ ഒരു കോൺഫ്ലിക്റ്റ് അതും ഈ ഒരു സിനിമയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. A career abroad may bring success, but it can also create a distance in families. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പലരും ജോലി തേടിയിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെ പോകുന്നവരോടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, അവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ പോകുമ്പോൾ സക്സസ്, മണി മേക്കിംഗ് എന്നുള്ള സംഭവം അവിടെ ഉണ്ടാകുമായിരിക്കാം, കരിയർ മേക്കിംഗ് ഉണ്ടാകുമായിരിക്കാം, ബട്ട് ഇറ്റ് ക്യാൻ ആൾസോ ക്രിയേറ്റ് ഡിസ്റ്റൻസ് ഇൻ ഫാമിലീസ്. കുടുംബങ്ങളിൽ വലിയൊരു ദൂരം അത് സൃഷ്ടിക്കും എന്നുള്ളൊരു മെസ്സേജും ഒരു തീമും ഈ ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്നു. സോ സ്റ്റുഡൻസ്, ചുരുക്കി പറഞ്ഞാൽ, ഇൻ ഷോർട്ട്, ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒത്തിരി ആശയങ്ങളുണ്ട്. സമകാലിക സമൂഹത്തിൽ, കണ്ടംപററി സൊസൈറ്റിയിൽ ഇത്തരം ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് ആദർശങ്ങളുണ്ട്, ഒരുപാട് ആശയങ്ങളുണ്ട്. സോ രണ്ട് ലൈഫ്, അതായത് ട്രഡീഷണൽ ലൈഫ് അല്ലെങ്കിൽ ഓൾഡ് ലൈഫ് ആൻഡ് ദ മോഡേൺ ലൈഫ്, രണ്ടും തമ്മിലൊരു അന്തരം. അപ്പോൾ ഇതിലുള്ള ഒരു ക്യാരക്ടർ, സുരാജ് അഭിനയിച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണലിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് ഏജിലുള്ള ഒരു ഓൾഡ് കാലം, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. അതേ സമയത്ത് തന്നെ ഇതിൽ അദ്ദേഹത്തിൻ്റെ മകൻ സൗബിൻ അഭിനയിച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റുമാണ്, മോഡേൺ ലൈഫിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ ഈ രണ്ട് ലൈഫും തമ്മിലൊരു ക്ലാഷ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ. അതേപോലെ തന്നെ ചില ഇടങ്ങളിൽ അത് മനുഷ്യർ തന്നെ ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒരു റോബോട്ടിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ റോബോട്ടിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊരു ലിമിറ്റ് ഉണ്ട്. മാത്രമല്ല, കാര്യം എന്തൊക്കെയാണെങ്കിലും എത്രയൊക്കെയാണെങ്കിലും റോബോട്ട്സ് എന്ന് പറയുന്നത് ദേ ആർ ജസ്റ്റ് മെഷീൻസ്. അവർ മെഷീനുകൾ മാത്രമാണ്. എത്രയൊക്കെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാലും അവ മെഷീനുകൾ മാത്രമാണ്. സോ മനുഷ്യൻ്റെ അത്രയും വാല്യുബിൾ ആയിട്ട്, അത്രയും പ്രീഷ്യസ് ആയിട്ട്, അത്രയധികം ബ്രെയിനോട് കൂടിയിട്ട് ചിന്തിക്കുന്ന രീതിയിൽ, ഇമോഷനോടുകൂടി, ഫീലിങ്സോടുകൂടി ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കാര്യം അതൊരു യുണീക്കാണ്. അപ്പോൾ അതൊരിക്കലും ഒരു റോബോട്ടിന് അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതേപോലെ തന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പല ജോലിയാകട്ടെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളായിക്കോട്ടെ പലയിടങ്ങളിലേക്കും ചേക്കേറി പോകുന്ന മക്കൾ, അവരുടെ ഒരു ഇപ്പം പറയുന്ന അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന വാർദ്ധക്യത്തിൽപ്പെടുന്ന ഒത്തിരി പാരൻസ് ഉണ്ട്. അവരുടെ ഒരു മെൻ്റൽ ട്രോമ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു മൂവിയാണിത്. വളരെ സുന്ദരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, വളരെ മനോഹരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സിനിമ. സോ എനിവേ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ ബൈ ഓൾ, താങ്ക് യു.